രണ്ട് പെൺകുട്ടികളും ഒരു പയ്യനും കൂടി ചേർന്ന് വളരെ സിമ്പിളായിട്ടൊരു ബാങ്കിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നടത്തിയ തട്ടിപ്പാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇതാണ് പറയുന്നത്, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. ശരിക്കും ഞെട്ടിപ്പോയി ഈ തട്ടിപ്പ് കണ്ടപ്പോൾ. അതായത് രണ്ട് പെൺകുട്ടികളും ഒരു പയ്യനും കൂടി ചേർന്ന് വളരെ സിമ്പിളായിട്ടൊരു ബാങ്കിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നടത്തിയ തട്ടിപ്പാണ്. പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നമുക്ക് വീഡിയോ കാണാം ഗൈസ്. ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ബാങ്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള CCTV ഫുട്ടേജ് ആണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നോക്കുക, കുറച്ച് ബൈക്കുകൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഒരു 2-3 ബൈക്കുകൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അവിടേക്കൊരു പയ്യൻ വരികയാണ്. ഒരു 23-24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ അവിടേക്ക് വരുന്നു. ആദ്യം ഞാൻ കരുതിയത് ആ ബൈക്ക് അവൻ്റേതാണ് എന്നാണ്. കാരണം സ്വന്തം ബൈക്ക് പോലെയാണ്. അവിടെ വന്നു ഇരിക്കുന്നു ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷേ സത്യാവസ്ഥ അതല്ല ഗൈസ്. അവൻ അവിടെ വന്നിട്ട് ആരെയോ ഫോൺ ചെയ്തു. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഫോൺ ചെയ്തത് 2 കുട്ടികളെയാണ്. അതും 2 പെൺകുട്ടികളാണ് ഗൈസ്. അവർ വരുന്നു, പ്ലാനിങ് നടത്തുകയാണ്. എന്താ പ്ലാനിങ്? വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ആ 2 പെൺകുട്ടികൾ മറ്റാരും ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ബോഡി കൊണ്ടും അവരുടെ ഡ്രസ്സിങ് കൊണ്ടും കവർ ചെയ്തിട്ട്, ആ പയ്യനെ കവർ ചെയ്തിട്ട്, ആ ബൈക്ക് കവർ ചെയ്തിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ? പെട്രോൾ ഊറ്റിയെടുക്കുകയാണ്. ഇതിനും നല്ലത് എന്ത് പരിപാടിയെന്നറിയോ? കമ്പിപ്പാര എടുത്തിട്ട് കക്കാൻ പോകലാണ് അല്ലേ? അതായത് നമ്മൾ ഓൾറെഡി സാമ്പത്തികമായിട്ട് മുടിഞ്ഞിരിക്കുന്നൊരു സാഹചര്യമാണ്. ആ സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ജോലിക്ക് പോയേ പറ്റൂ. ആ ഒരു സന്ദർഭത്തിലാണ് പെട്രോളെങ്കിൽ പെട്രോൾ അടിക്കാതെ വണ്ടി പോകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 രൂപക്കും 200 രൂപക്കും 300 രൂപക്കൊക്കെ ആയിരുന്നു നമ്മൾ ബൈക്കിലൊക്കെ പെട്രോൾ അടിക്കുക. സ്കൂട്ടിയിലേക്കാണെങ്കിൽ ചിലപ്പോൾ 50 രൂപക്കൊക്കെ അടിക്കും, ചിലപ്പോൾ 100 രൂപക്കൊക്കെ അടിക്കും. ചെറിയ പൈസക്കൊക്കെ നമ്മൾ പെട്രോൾ അടിക്കും. ആ പെട്രോള് ഇത്തരം നാറികൾ, അതും ഒരു ഗ്യാങ് ആയിട്ട് വന്നിട്ട് ഇത്തരത്തിൽ ഊറ്റിയെടുത്ത് കുപ്പിയിലാക്കി കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യാണ്. എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി ടെക്സ്റ്റ് ചെയ്യുക. എന്തായാലും എല്ലാം മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ CCTV എല്ലാം പിക്ചർ ചെയ്തു, എല്ലാം ക്യാച്ച് ചെയ്തു. ഇനി നോക്കുക, ആരും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് കേട്ടോ. കാരണം സ്വാഭാവികമായിട്ടും സ്വന്തം ബൈക്ക് പോലെ കണ്ട് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ ആളുകൾക്ക് സംശയം തോന്നില്ലല്ലോ. കുറച്ചെങ്കിലും അവിടെ വെക്കാമായിരുന്നു. സകലതും ആ ബൈക്കിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം സകലതും ഊറ്റിയെടുത്തു. അതിൽ നിന്ന് മാത്രമല്ല, അവിടെയുള്ള 2 ബൈക്കുകൾ ഊറ്റിയെടുത്തു. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് സ്കൂട്ടിയിൽ നിന്ന് പെട്രോൾ ഊറ്റിയെടുക്കാൻ പറ്റില്ല എന്നുള്ള ധാരണ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് സ്കൂട്ടിയിൽ നമുക്കറിയാം, ഇപ്പോൾ പുറത്ത് നമ്മുടെ ഇതിൻ്റെ ക്യാനിൻ്റെ ടോപ്പ് വരുന്നുണ്ട്. അതായത് പെട്രോൾ ടാങ്കിൻ്റെ ടോപ്പ് പുറത്ത് വരുന്നുണ്ട്. അങ്ങനെയുള്ള സ്കൂട്ടികളിലും ഇത്തരത്തിൽ പെട്രോൾ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനിപ്പോൾ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് അല്ലേ? ഇപ്പം നമ്മളായാലും ബൈക്ക് എടുത്ത് പോയിട്ട് എവിടെ കൊണ്ടുപോയി നിർത്തുകയാണ്. നമുക്ക് പെട്രോൾ ടാങ്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു പൈപ്പൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് ലോക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അതിനുള്ള ഓപ്ഷൻസൊക്കെ ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ ഭാഗ്യമെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി ടെക്സ്റ്റ് ചെയ്യുക. ചെയ്തത് ശരിയാണോ എന്ന് നിങ്ങൾ പറയുക. സോ മറ്റൊരു വീഡിയോ കാണാം. ബൈ.